നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറോ മലബാർ സഭ മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരെ കണ്ണുരുട്ടിയതോടെ പി.സി. ജോർജിനെ വെറുതെ വിടാൻ പിണറായി വിജയൻ തീരുമാനിച്ചു. പി.സി. ജോർജിനെതിരായ നടപടികളെല്ലാം അവസാനിപ്പിക്കുവാനും അദ്ദേഹത്തെ അവഗണിക്കുവാനുമാണ് സർക്കാരിന്റെ തീരുമാനം. മധ്യ തിരുവിതാംകൂറിൽ ജോർജിന്റെ സ്വീകാര്യത ക്രൈസ്തവർക്കിടയിൽ വർദ്ധിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് കാരണം. സിറോ മലബാർ സഭയാണ് കേരളം ഭരിക്കുന്നത്. ഇടതു മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പ്രതിനിധീകരിക്കുന്നത് സിറോ മലബാർ സഭയെയാണ്. സിറോ മലബാർ സഭയുടെ പിതാക്കന്മാർക്ക് മറ്റാർക്കുമില്ലാത്ത തലയെടുപ്പാണ് ഉള്ളത്. മാർ ജോർജ് ആലഞ്ചേരിയെ പോലെ പിണറായിക്ക് താല്പര്യമുള്ള മെത്രാന്മാരാണ് സഭയെ നയിച്ചിരുന്നത്. സിറോ മലബാർ സഭാംഗമാണ് പി.സി. ജോർജ്. അങ്ങനെയാണ് പി.സി. ജോർജിന്റെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുത്തേക്കില്ല എന്ന് സർക്കാർ തീരുമാനിച്ചത്. പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമ ഉപദേശം. സർക്കാരിന് താല്പര്യമുള്ള അഭിഭാഷകരാണ് നിയമോപദേശം തേടിയത്. വിദ്വേഷ പരാമർശങ്ങളിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ അനുകൂലിച്ച് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത്. പ്രണയക്കെണിയെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെ പറ്റിയും പി.സി. ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമുണ്ടെന്നും അതിനെ മതപരമായി വ്യാഖ്യാനിക്കുന്നത് അപലപനീയമാണ് എന്നും കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സംസ്ഥാനത്ത് വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരണങ്ങളും ആയുധങ്ങളും എത്തുന്നുണ്ട്. മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്തുവാനും ജനാധിപത്യത്തിന്റെ ഈ അന്തസത്ത സംരക്ഷിക്കുവാനും ജാതിമത ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് എന്നും പി.സി. ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വിദ്വേഷ പരാമർശവുമായി പി.സി. ജോർജ് രംഗത്തെത്തിയത്. മീനച്ചൽ താലൂക്കിൽ മാത്രം ഈ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് 400 പെൺകുട്ടികളാണെന്നായിരുന്നു ജോർജിന്റെ പ്രസ്താവന. അതിൽ 41 പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയെന്നും ജോർജ് വ്യക്തമാക്കുന്നു. ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ബിഷപ്പ് പാലായിൽ വിളിച്ച സമ്മേളനത്തിലായിരുന്നു പി.സി. ജോർജിന്റെ വിവാദ പ്രസ്താവന. പാലാ ബിഷപ്പ് നടത്തിയ യോഗത്തിൽ ജോർജിനെ വിളിച്ചു എന്നതിൽ നിന്ന് ജോർജിന്റെ സ്വീകാര്യത മനസ്സിലാക്കാം. 22-23 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം. ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ജോർജിനെതിരെ വിവിധ സംഘടനകൾ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വിദ്വേഷ പരാമർശ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് പി.സി. ജോർജ്. പി.സി. ജോർജിനെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചത്. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ ആയിരുന്നു പി.സി. ജോർജിന്റെ വിവാദ പരാമർശം. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രസ്താവന. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതാണ്. അത് എവിടെ കത്തിക്കാനാണെന്നും അറിയാം, പക്ഷേ പറയുന്നില്ല. രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണ് എന്ന് പി.സി. ജോർജ് വ്യക്തമാക്കി. മതവിദ്വേഷ പരാമർശം കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി.സി. ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയായിരുന്നു വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത്. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് ചുമത്തിയിരുന്നത്. വാവിട്ട വാക്കിൽ കുടുങ്ങിയ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് വീണ്ടും കോടതി കയറി ഇറങ്ങുകയാണ് ഉണ്ടായത്. മതവിദ്വേഷ കലാപാഹ്വാന കുറ്റം ചുമത്തി പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതാദ്യമായല്ല. നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പി.സിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ അതിനാടകീയ അറസ്റ്റ് കേരളം കണ്ടതാണ്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പി.സി. അടങ്ങിയിരിക്കാൻ കോടതി പറഞ്ഞുവെങ്കിലും തയ്യാറായില്ല. വീണ്ടും മതവിദ്വേഷ പരാമർശവുമായി രംഗത്തെത്തുകയായിരുന്നു. ജാമ്യവ്യവസ്ഥ തെറ്റിച്ചതിന്റെ പേരിൽ ജാമ്യം റദ്ദാക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ പി.സി. നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പി.സി. പോലീസിന് പിടികൂടാതെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പി.സി. പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ തള്ളുകയായിരുന്നു. 30 വർഷത്തോളം എം.എൽ.എ. ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന്
വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് PC കോടതിയിൽ കീഴടങ്ങിയത്. കോടതിയിൽ കീഴടങ്ങിയ PC ജോർജിനെ വൈകിട്ട് 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യമായിരുന്നു പോലീസിന് കോടതി ഉന്നയിച്ചത്. എന്നാൽ 4 മണിക്കൂർ മാത്രമേ കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളൂ. സമയം കഴിഞ്ഞാൽ വീണ്ടും PC മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. മതവിദ്വേഷ പരാമർശം, കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റങ്ങൾ ഇതാദ്യമായിട്ടല്ല PC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 3 വർഷം മുൻപ് തിരുവനന്തപുരം അനന്തപുരിയിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടയിൽ PC ജോർജ് നടത്തിയ പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു. അന്ന് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി ഫോർട്ട് പോലീസ് അതിനാടകീയമായാണ് PC-യെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. അന്നും വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരുന്നു. കേസിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയായിരുന്നു പോലീസും കോടതിയും അന്ന് സ്വീകരിച്ചത്. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പിന്നീട് കർശന ജാമ്യ വ്യവസ്ഥയോടെ ജാമ്യം കിട്ടി PC പുറത്തിറങ്ങി. എന്നാൽ അടങ്ങിയിരിക്കാൻ PC തയ്യാറായിരുന്നില്ല. ഇതിന് വിപരീതമായി പാലാരിവട്ടത്ത് മറ്റൊരു സ്ഥലത്തും PC ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശം നടത്തി. അതോടെ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലാരിവട്ടം പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യം റദ്ദാക്കുന്നു. തുടർന്ന് 2 കേസിലും PC ജോർജ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ജാമ്യവും നൽകി. ഈ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കെയാണ് വീണ്ടും PC-യുടെ ഭാഗത്ത് നിന്ന് വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നത്. കലാപാഹ്വാനവും മതസ്പർദ്ധ പടർത്താൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ സോളാർ പീഡന കേസിലെ പരാതിക്കാരി നൽകിയ മറ്റൊരു പീഡന പരാതിയിലും PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി കടന്നുപിടിച്ചു എന്നായിരുന്നു, ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുകൂടിയായിരുന്നു പരാതി. കേസിൽ മുസ്ലിം പോലീസായിരുന്നു അന്ന് കേസെടുത്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചനയ്ക്കായി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായി PC ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ലവ് ജിഹാദിൽ PC ജോർജ് ഗോളടിക്കാൻ ഒരു കാരണമുണ്ട്. പാലാ രൂപത എല്ലാ കാലത്തും ലവ് ജിഹാദിന്റെ കാര്യത്തിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായിരിക്കുന്നു. ലവ് ജിഹാദിലൂടെ പെൺകുട്ടികളെ നഷ്ടപ്പെടുന്നതായി ജോർജ് ആവർത്തിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പാലായിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് രൂപത പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് രൂപതയുടെ മുന്നണിയിലുള്ളവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരു കൂട്ടം ക്രിസ്ത്യൻ നേതാക്കളെ വകവരുത്താൻ PFI ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പ്രചരിപ്പിച്ച ചില ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ വകവരുത്തുവാനും പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചതായി ഈ NIA-ക്ക് വിവരം ലഭിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ക്രൈസ്തവ നേതാക്കൾ ലവ് ജിഹാദിനെതിരെ രംഗത്തെത്തിയതായാണ് PFI-യെ പ്രകോപിപ്പിച്ചത്. ജോർജ് ആലഞ്ചേരിയാണ് ലവ് ജിഹാദിനെതിരെ ആദ്യം രംഗത്തെത്തിയത്. BJP-യാണ് ഇത് ആവശ്യമായ എല്ലാ പിന്തുണയും ഇവർക്ക് നൽകിയത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ലവ് ജിഹാദ് അവർക്ക് വീണു കിട്ടിയ ഒരു ആയുധമായിരുന്നു. അത് നന്നായി പ്രയോഗിക്കാനുള്ള സാമർഥ്യം BJP കാണിച്ചു. PFI സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചാരണത്തിലാണ് പാലാ ബിഷപ്പിന്റെയും പേര് ഉൾപ്പെടുത്തിയത്. ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്ന പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു. മതമൗലികവാദികൾ ഒന്നടങ്കം ബിഷപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിനു ശേഷമാണ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച പോപ്പുലർ ഫ്രണ്ട് ബിഷപ്പിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ പ്രധാന ശത്രുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹിറ്റ് ലിസ്റ്റിൽ ബിഷപ്പിന്റെ പേരും ചേർത്ത സോഷ്യൽ മീഡിയയിൽ രഹസ്യ ഗ്രൂപ്പുകളിലായി പ്രചാരണം നടത്തിയത്. തങ്ങൾക്കെതിരെ അടുത്ത കാലത്തായി ഏറ്റവും അധികം എതിർപ്പുയർന്നത് ക്രിസ്ത്യൻ നേതാക്കളാണെന്ന് PFI കരുതിയിരുന്നു. ക്രിസ്ത്യൻ നേതാക്കൾ ഉയർത്തുന്ന ഈ ലവ് ജിഹാദ് വിവാദം അടിസ്ഥാനരഹിതമാണെന്ന് PFI പറയുകയായിരുന്നു. എന്നാൽ നൂറുകണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാരുമായി പ്രണയത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിലാണ് ക്രിസ്ത്യാനികൾ മുസ്ലിം സംഘടനകൾക്കെതിരെ രംഗത്തെത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ NIA നടത്തിയ റെയ്ഡ് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റ് അടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. NIA അറസ്റ്റ് ചെയ്ത 11 PFI നേതാക്കളെയും കസ്റ്റഡിയിൽ വേണമെന്നും നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ തുടരന്വേഷണം അനിവാര്യമാണെന്നും കോടതിയിൽ NIA അറിയിച്ചതിനൊപ്പം നൽകിയ വിവരങ്ങളിലാണ് ഹിറ്റ് ലിസ്റ്റും ഉൾപ്പെട്ടത്. ഏതൊക്കെ നേതാക്കളെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായത് എന്ന് NIA വെളിപ്പെടുത്തിയിരുന്നില്ല. എന്തായാലും PC ജോർജിന് തൽക്കാലം രക്ഷപ്പെടാം. പക്ഷേ പിണറായിയും ഒപ്പം കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി നേരിട്ട് അടങ്ങിയിരിക്കും PC എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അടങ്ങിയിരിക്കാതെ കാര്യങ്ങൾ കയറ് പൊട്ടിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഈ ഘട്ടത്തിൽ കോടതി നേരിട്ട് കേസെടുക്കാനുള്ള സാധ്യതയും കുറവല്ല.
ന്യൂസ്.